നമ്മൾ കഴിഞ്ഞ കുറേ കാലം കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണ് ഇല്ലുമിനാട്ടി എന്ന പാട്ട്. ഇന്നൊരു പക്ഷേ ആ ഒരു പാട്ട് കേൾക്കാത്തവർ ചുരുക്കമാണ്. ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഈ പാട്ടിനെക്കുറിച്ച് ഇസ്ലാം പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അതിൽ പ്രവചിക്കാത്ത ഒരു കാര്യവും ഇന്നില്ല ഈ ലോകത്തുള്ള സർവ്വലോക ചരാചരങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് വലിയ അത്ഭുതമായി മാറിയത്. ഇല്ലുമിനാട്ടി എന്ന പദവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇല്ലുമിനാട്ടി എന്നത് ഒരു സീക്രട്ട് സൊസൈറ്റിയാണ്, അതായത് ഒരു സീക്രട്ട് സമൂഹം. അമേരിക്കൻ പ്രസിഡന്റായ ട്രംപും ഒബാമയും അടക്കമുള്ളവർ ഈ സീക്രട്ട് സൊസൈറ്റിയിൽ അംഗമാണ് എന്ന് പറയുന്നുണ്ട്. ഇതിനകത്തുള്ള എല്ലാ സീക്രട്ട് മെമ്പേഴ്സും ഒരു ബന്ധമുണ്ട്. ഇതിലുള്ള എല്ലാവരും ആരാധിക്കുന്നത് പിശാചിനെയാണ്. ഈ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന പ്രത്യേക അടയാളമുണ്ട്. ആ അടയാളം വെച്ച് നമുക്ക് അത് തെളിയിക്കാൻ സാധിക്കും. ഇവർ ഉപയോഗിക്കുന്ന ഒരു അടയാളങ്ങളാണ് ദുർമന്ത്രവാദത്തിൻ്റെ അടയാളങ്ങൾ. അവരുടെ അടയാളങ്ങളിൽ പെൻഡഗ്രാമോ അല്ലെങ്കിൽ ഒരു ഒറ്റക്കണ്ണോ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇസ്രായേലിൻ്റെ പതാകയിൽ നമുക്കൊരു പെൻഡഗ്രാം കാണാൻ സാധിക്കും, അതിനുള്ളിൽ ഒരു നക്ഷത്രവും. ഇതിനെയാണ് പെൻഡഗ്രാം സിംബൽ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ഏറ്റവും ഫിത്ന എന്ന് പറഞ്ഞു വെച്ച ദജ്ജാലും ഈ ഒരു സിംബലും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ ഒരു അടയാളമായി പറഞ്ഞു വെച്ച വലിയ ഒരു അടയാളമാണ് ദജ്ജാലിൻ്റെ കടന്നുവരവ്. ഖിയാമത്ത് നാളിൻ്റെ തൊട്ടു മുമ്പായി ഒറ്റക്കണ്ണനായ ദജ്ജാലിൻ്റെ ഈ ഭൂമി ലോകത്തേക്കുള്ള കടന്നുവരവിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാരെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ അള്ളാഹു ഈ ഭൂമി ലോകത്ത് നിയോഗിച്ച എല്ലാ പ്രവാചകന്മാരും ഒറ്റക്കണ്ണനായ ദജ്ജാലിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കള്ളനും ഒറ്റക്കണ്ണനുമായ ദജ്ജാലിനെക്കുറിച്ച് താക്കീത് ചെയ്യാത്ത ഒരു പ്രവാചകന്മാരും ഇന്നില്ല. ഒറ്റക്കണ്ണനായ ദജ്ജാലിനെ സൂചിപ്പിച്ചുള്ള പല വിധത്തിലുള്ള ദുർമാർഗ ചിഹ്നങ്ങൾ ഇന്ന് സിനിമാ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ മറ്റു വിനോദ കേന്ദ്രങ്ങളിലും നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. എന്നാൽ ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതോ അതുമല്ലെങ്കിൽ ഒരു ഫാഷന് വേണ്ടി ചെയ്യുന്നതോ അല്ല. നേരെ മറിച്ച് എല്ലാം കരുതി കൂട്ടിയുള്ള ഒരു മുന്നൊരുക്കങ്ങൾ തന്നെയാണ്. 14 സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ ജൂതന്മാരുടെ ഇത്തരം ദുർമാർഗ ചിഹ്നങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ ജൂതന്മാരുടെ ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങളെക്കുറിച്ച് അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് മാന്ത്രിക വിദ്യ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പിശാച് ദൈവനിഷേധത്തിൽ ഏർപ്പെട്ടു. സിഹർ അഥവാ ദുർമന്ത്രവാദം ഇത്തരം പ്രവർത്തനങ്ങൾ അഭ്യസിക്കലും അത് പ്രചരിപ്പിക്കലും അതിന് മതത്തിൻ്റെ പരവേഷം നൽകലും അത് ജൂതന്മാരുടെ പതിവായിരുന്നു. ഈ ആയത്തിലൂടെ അത് നമുക്ക് കാണാൻ സാധിക്കും. ദുർമന്ത്രവാദം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിലൂടെ മറ്റുള്ള ആളുകളുമായി ആശയവിനിമയം നടത്താൻ കഴിയും എന്നതാണ് സത്യം. മൂസാ നബിയുടെ അനുയായികളായും പിൻഗാമികളായും എന്നൊക്കെ അവകാശപ്പെടുന്ന ഇസ്രായേലികാർ അല്ലെങ്കിൽ ജൂതന്മാർ ഏകദൈവത്തിൽ നിന്നും ബഹുദൂരം നടന്ന് അവർക്ക് നേർവഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിയെ അവർ കള്ളനെന്ന് വരുത്തി തീർത്ത് അന്ത്യക്രിസ്തു എന്ന് വിളിക്കുന്ന ദജ്ജാലിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജെറുസലേമിലെ മൂന്നാമത്തെ അമ്പലം പണിയുന്നതിലൂടെ ദജ്ജാലിൻ്റെ വരവ് സാധ്യമാക്കാൻ സാധിക്കുമെന്നതാണ് സയനിസ്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. അമേരിക്കയിലുള്ള ഒട്ടുമിക്ക പ്രസിഡന്റുമാരും സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അവർ തങ്ങളുടെ ദൈവമായി പിശാചിനെ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അമേരിക്കയുടെ $1 നോട്ടിൽ പിരമിഡിൻ്റെ മുകളിൽ ഒരു ഒറ്റക്കണ്ണുള്ള സിംബൽ നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് അവരുടെ ഒറ്റക്കണ്ണനായ ദൈവം? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല എന്നാണ്. പക്ഷേ ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. അമേരിക്കയും ഇസ്രായേലും നിയന്ത്രിക്കാൻ ഇല്ലുമിനാട്ടി എന്ന ഒരു ശക്തി തന്നെയായിരിക്കും. ആദമിൻ്റെ മക്കളെ, നിങ്ങൾ പിശാചിനെ ആരാധിക്കുന്നവരിൽ നിന്നും നിശ്ചയമായും നിങ്ങൾ സൂക്ഷിക്കുക. അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ്. മസീഹുദ്ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.